എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ ഈ ഒരു കുട്ടിയുടെ ആത്മകഥ എന്ന് പറയുന്നത്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചാൾസ് ഡിക്കൻസ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ വലിയൊരു എഴുത്തുകാരനുണ്ടെന്ന്, അദ്ദേഹത്തിൻ്റെ ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു നോവലുണ്ടെന്നും അതിൻ്റെ ഒരു സംഗ്രഹമാണ് ഞങ്ങൾ പഠിക്കാനുള്ളതെന്നൊക്കെ ഞാൻ വയ്യ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്താ സംഭവിച്ചാൽ ഇതിൽ പേര് ഡേവിഡ് കോപ്പർഫീൽഡ്, ഞാനങ്ങനെ പേര് കേട്ടില്ല. മഡ്സ്റ്റൺ, അങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. വലിയ ക്രൂരതയാണ് ഈ കുട്ടിയുടെ അമ്മയുടെ രണ്ടാമത്തെ ഭർത്താവൊക്കെ കാണിക്കുന്നത്, അവിടുത്തെ ഹെഡ് മാസ്റ്റർ. അപ്പോൾ ഇതൊക്കെ വായിച്ചിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ കരയും. അപ്പോൾ ഒരിക്കൽ ഉമ്മ കണ്ടത് ഞാനിത് വായിച്ച് കരയുന്നു. അപ്പോൾ ഉമ്മ ചോദിച്ചു, ഈ എന്താ നൊലോളിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഈ പുസ്തകം ഈ എന്ത് ഭ്രാന്ത് പറഞ്ഞു, ബുക്ക് വായിച്ച് ആരും കരയോ? ഞാൻ പറഞ്ഞു, ഉമ്മ ഇത് ഞാൻ ഇന്ന് വായിച്ചു തരാം, നിങ്ങൾ നോക്ക്, നിങ്ങളും കരയും. അപ്പം പറയുന്ന നമുക്ക് രാത്രി കഞ്ഞി കുടിച്ചിട്ട് വായിക്കാൻ. അങ്ങനെ രാത്രി കഞ്ഞി കുടിച്ചപ്പോൾ ആ വീട്ടിൽ എൻ്റെ അനിയത്തി അനിയനുണ്ട്, അവരൊക്കെ കിടന്നുറങ്ങി. ഞാൻ വലിയ ആളായിട്ട് ഞാൻ അന്നേ വായിക്കുന്ന ആളെ. ഞാൻ കഞ്ഞി കുടിച്ച് കഴിഞ്ഞിട്ട് ഈ ഡേവിഡ് കോപ്പർഫീൽഡിൻ്റെ കഥ വായിക്കുകയാണ്. ഉമ്മ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഉമ്മ പത്രം വായിക്കാൻ പറയും, അത്യാവശ്യമുള്ള വാർത്തയൊക്കെ ഞങ്ങളോട് ചോദിക്കാൻ പറയും, അല്ല റേഡിയോ കേൾക്കും. അന്ന് വീട്ടിൽ റേഡിയോ ഉണ്ട്. അപ്പോൾ ഇത് വായിച്ചപ്പോഴല്ലോ ഉമ്മയും കരയുന്നു, ഉമ്മയുടെ പരിചാരിക ഞങ്ങൾ ചാച്ചി എന്ന് വിളിക്കുന്ന പാത്തുമാച്ചയും കരയുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ വേറൊന്നും അറിഞ്ഞൂടാ, ഞാനൊന്നും പറഞ്ഞാലൊന്നും ആരുമില്ല. അപ്പോൾ ഈ സാഹിത്യത്തിൻ്റെ ആദ്യത്തെ അനുഭവമാണ്. അതിനെപ്പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലൊരു കഥാപാത്രമുണ്ട്, ബാർക്കിസ്, ഒരു കുതിരവണ്ടിക്കാരനാണ്. അതിൽ അവന് പ്രേമമുള്ളൊരു പെണ്ണുണ്ട്, എമിലി എന്ന് പറഞ്ഞിട്ട്. അപ്പം അവൻ്റെ പ്രണയ സന്ദേശം ഈ കുട്ടിക്ക് അറിഞ്ഞൂടാ, ഡേവിഡ് കോപ്പർഫീൽഡിന് അറിഞ്ഞൂടാ. അപ്പോൾ ബാർക്കിസിന് സമ്മതമാണ് നമ്മൾ പറയും. അത് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു വലിയ ചൊല്ലാന്നൊക്കെ ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത്. ബാർക്കിസ് ഈസ് വില്ലിങ്. അപ്പോൾ എമിലിക്ക് വില്ലിങ് ആണോ? എമിലി പ്രേമിക്കാനും കല്യാണം കഴിക്കാനും വില്ലിങ് ആണോ എന്നൊന്നും ബാർക്കിസിന് അറിഞ്ഞൂടാ. ഇത് പറയുന്ന ഡേവിഡ് കോപ്പർഫീൽഡിന് അറിഞ്ഞൂടാ. പുസ്തകം വായിക്കുന്ന എനിക്കും അറിഞ്ഞൂടാ. ഇതെന്താണ് വലിയ ശൈലിയാണ് ഇംഗ്ലീഷിൽ. ബാർക്കിസ് ഈസ് വില്ലിങ്. നമ്മൾ അതിനകത്ത് പറയില്ലേ, അറക്കൽ ബീബിയെ കെട്ടാൻ ആരോ സമ്മതം. അത്